ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 221. കപ്പിത്താൻ്റെ ബുദ്ധി വേഗത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി. അതായത് അങ്ങ് ദൂരെ പാറക്കൂട്ടങ്ങളുള്ള ഒരു തീരവും അതോട് ചേർന്ന് ഒരു മണൽത്തിട്ടയുമാണെന്ന് താൻ മനസ്സിലാക്കി. അതിവിദഗ്ധമായ ഒരു പ്ലാൻ അദ്ദേഹം തയ്യാറാക്കുകയാണ്. ആ അകലെ കണ്ട തുറയിലേക്ക് കപ്പൽ ഓടിച്ച് ആ മണൽ തീരത്ത് ഇത് അടുപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ തീരുമാനം. അതിനുവേണ്ടി നങ്കൂരങ്ങൾ അറുത്തുവിട്ടു, ചുക്കാൻ കെട്ടുമഴിച്ച് തുഴകൾ വെള്ളത്തിലേക്ക് താഴ്ത്തി, ഇങ്ങനെ പെരുമ്പായി കാറ്റിന് അഭിമുഖമായി കൊടുത്ത് കരയ്ക്ക് നേരെ ഓടിച്ചു. കാര്യങ്ങളെല്ലാം പരിപാടി പോലെ പര്യവസാനിപ്പിക്കുമെന്ന് കപ്പിത്താന് തീരുമാനിക്കുവാൻ അധിക സമയം വേണ്ടി വന്നില്ല. ഇങ്ങനെ വെറും 3/4 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ തീരത്തോടടുത്ത് ആളുകൾക്ക് വെള്ളത്തിൽ കൂടി നടന്ന് കരയ്ക്ക് കയറാം എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. എന്നാൽ അവർ കണ്ട പാറസ്ഥലം ഒരു ചെറു ദ്വീപായിരുന്നു എന്നും അതിന് വൻകരയ്ക്കും ഇടയ്ക്ക് ആഴം കുറഞ്ഞ ഒരു ഭാഗം ഉണ്ടായിരുന്നു എന്നും ഇവർ അറിഞ്ഞില്ല. കിഴക്ക് നിന്ന് അടിച്ചുകൊണ്ടിരുന്ന കാറ്റ് കപ്പലിനെ ഈ മണൽത്തീരത്തേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ഇരുകടൽ സന്ധിയിലുള്ള ഈ ആഴം കുറഞ്ഞ ഭാഗത്തേക്കാണ് കൊണ്ടുപോയത്. അവിടെ എത്തിയപ്പോൾ കപ്പലിൻ്റെ അണിയും ചെളിയും മണലും ചേർന്ന ഒരു സ്ഥാനത്ത് തട്ടി അതിലുറച്ചു. ഇളക്കമില്ലാതായ കപ്പലിൻ്റെ പിൻഭാഗത്ത് ആഞ്ഞടിച്ച തിരകൾ നേരത്തെ ഇളക്കം തട്ടിയിരുന്ന പലകകളെ അടിച്ചിളക്കി. ആളുകൾ കടലിൽ വീണു തുടങ്ങി. ഈ അവസരത്തിൽ പടയാളികൾക്ക് മറ്റൊരു ഭയമുണ്ടായി. തടവുകാർ രക്ഷപ്പെട്ട് ഓടിപ്പോകുവാൻ ഇടയുണ്ടല്ലോ. അങ്ങനെ സംഭവിച്ചാൽ ഈ പടയാളികൾക്ക് മരണശിക്ഷയാണ് കിട്ടുവാനിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയും ഇവരെ കൊല്ലുകയാണ് വേണ്ടതെന്ന് അവർക്ക് തോന്നി. എന്നാൽ ശതാധിപൻ്റെ അനുവാദം അതിനാവശ്യമായിരുന്നു. അദ്ദേഹത്തിന് വളരെ വിലപ്പെട്ട ഒരു ജീവൻ ഈ കപ്പലിലുണ്ട്. അതെ, പൗലോസിൻ്റെ ജീവൻ. ആ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി മാത്രം അദ്ദേഹം പടയാളികളുടെ ഈ താല്പര്യത്തെ തടഞ്ഞു. ഇങ്ങനെ പൗലോസ് കാരണം ആ തടവുകാർക്ക് തൽക്കാലം അവരുടെ ജീവൻ തിരികെ കിട്ടി. അല്ല, കപ്പലിലെ എല്ലാവരുടെയും ജീവൻ കടപ്പെട്ടിരിക്കുന്നത് പൗലോസിനോടായിരിക്കുന്നല്ലോ. നിന്നോടുകൂടി യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്നാണല്ലോ ദൈവത്തിൻ്റെ ദൂതൻ പൗലോസിനോട് പറഞ്ഞത്. പൗലോസിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായിരുന്നു ഇത് എന്ന് നമുക്ക് ന്യായമായും ചിന്തിക്കാം. നോക്കൂ, നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി കരപറ്റുക എന്ന് ശതാധിപൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അല്ലാത്തവർ പൊന്തിക്കിടക്കുന്ന പലകളിലും മറ്റ് കപ്പൽ ഖണ്ഡങ്ങളിലും പിടിച്ചു കിടന്ന് കരയിലെത്തുക എന്നും പറഞ്ഞു. അതെ, സംഭവിച്ചതും അതുതന്നെ. ആരുടെയും ഒരു മുടി പോലും നഷ്ടപ്പെടാതെ 276 പേരും കരയിലെത്തി. ഇതിനു മുമ്പ് 3 വട്ടം കപ്പൽ അപകടത്തിൽപ്പെടുകയും ഒരു രാപ്പകൽ ഒരു പലകയിൽ പിടിച്ച് വെള്ളത്തിൽ കിടക്കുകയും ചെയ്ത പൗലോസിന് ഈ തീരപ്രാപ്തി മറ്റൊരു വികാരനിർഭരമായ അനുഭവമായിരുന്നു. മറ്റൊന്ന്, നടുക്കടലിൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെയാണ് ഇവിടെ പൗലോസ് നമുക്ക് നൽകുന്നത്. ഗലീല കടലിൽ ശിഷ്യന്മാരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിച്ച കർത്താവ് ഇപ്പോൾ ഇവിടെ ഇതാ ഈ മെഡിറ്ററേനിയൻ കടലിൽ പൗലോസിൻ്റെ മുഖം ആദരിച്ച് കപ്പൽക്കാരെ രക്ഷിച്ചിരിക്കുന്നു. ദൈവവഴികളിൽ ആയിരിക്കുമ്പോഴും പ്രതിബന്ധങ്ങൾ നേരിട്ടു എന്ന് വരും. സിയോൻ യാത്രയിൽ തീയും സിംഹക്കുഴികളും കൊടുങ്കാറ്റും ഉണ്ടായി എന്ന് വരാവുന്നതാണ്. എന്നാൽ സർവ്വ ആശ്വാസങ്ങളുടെയും ദൈവം അവരെ കൈവിടുകയില്ല എന്ന് പൗലോസിൻ്റെ ഈ അനുഭവം നമ്മോട് സംസാരിക്കുന്നു. ഏലിയാവിനെപ്പോലെ ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേൽ ദൈവമായ യഹോവയാണ് എന്ന വാക്കിന് പകരം എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെയ്ത പ്രവചനം അതേപടി നിറവേറി. നോക്കൂ, കർത്താവ് തരുന്ന പാനപാത്രത്തിൽ കയ്പുണ്ടായിരുന്നു എന്ന് വരാം, എന്നാൽ അതിൽ വിഷമുണ്ടായിരിക്കുകയില്ല എന്ന് പൗലോസിന് അറിയാമായിരുന്നു. പൗലോസ് ആപൽഘട്ടത്തിൽ ബലപ്പെട്ടു, മറ്റുള്ളവരെ ബലപ്പെടുത്തി. അങ്ങനെ അവരെയും ഈ മെലിത്ത നിവാസികളെയും കർത്താവിലേക്ക് പൗലോസ് നടത്താനുകയാണ്. ഈ അനുഭവങ്ങൾ എപ്പോഴും കർദാസന്മാരായ നമുക്ക് ഒരു മാർഗദീപം തന്നെയായിരിക്കും. ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു കപ്പൽ ഛേദം ഇങ്ങനെ ഇവിടെ സംഭവിച്ചു. കപ്പൽ നിശേഷം തകരുകയും യാത്രക്കാർ അശേഷം രക്ഷപ്പെടുകയും ചെയ്ത ഒരു സംഭവം. അതെ, ഇന്ന് ഈ കടൽ ഭാഗത്തിന് വിശുദ്ധ പൗലോസിൻ്റെ ഉൾക്കടൽ, അത് സെൻറ്റ് പോൾ ബേ എന്ന് പേര് വന്നിരിക്കുന്നു. ആരും അറിയാതിരുന്ന ഒരു ചരിത്ര സംഭവം. ഈ ഭാഗത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഭൂമിശാസ്ത്രപരമായ മിക്ക കാര്യങ്ങളും തികച്ചും ശരിയായിരിക്കുന്നു. കടലിൻ്റെ ആ ഭാഗത്തെ ആഴത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളതും ഇരുകടൽ കൂടുന്ന സ്ഥലവും അത് തെക്കുവശത്തുള്ള പാറക്കെട്ടുകളും. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം.